പയ്യെ അവിടെ നിന്ന് പടിയായി. ഉച്ചത്തെ ഭക്ഷണം ഞങ്ങൾ സ്വിൻഡൻ്റെ അടുത്ത് KFCന്ന് കഴിക്കാമെന്ന് വെച്ച് KFCയിലോട്ട് വന്നേക്കാണ്. അപ്പം സ്വിൻഡനിൽ ഒത്തിരി ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിസൈനർ ഔട്ട്ലെറ്റും കാര്യങ്ങളും നേരത്തെ വന്നിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ജോക്ക ഓയ് ജോക്ക ജോക്ക സ്വിൻഡൻ KFCന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഡിസൈൻ ഔട്ട്ലെറ്റിൽ നിന്ന് കയറി. ഇവിടെ ഈ ഔട്ട്ലെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ള് ബ്രാൻഡായിട്ടുള്ള അത്യാവശ്യം ഒരു നോർമൽ ബ്രാൻഡിൽ നല്ല കാര്യങ്ങളും ഔട്ട്ലെറ്റ് ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് കിട്ടും. അങ്ങേറ്റാ ഇപ്പോൾ പ്രൈമാർക്കിലാണ്. ഇവിടെ ആദായമായിട്ട് നമുക്ക് പർച്ചേസ് നടത്തണമെന്നുണ്ടെങ്കിൽ UK ഏറ്റവും ബെസ്റ്റ് പ്രൈമാർക്ക് തന്നെ. നമുക്ക് നാട്ടിൽ സാധനങ്ങൾ വാങ്ങുന്ന അതേ വിലക്കൊക്കെ നമുക്ക് ഐറ്റംസൊക്കെ വാങ്ങാൻ കിട്ടും. ഇങ്ങനത്തെ ഒരു അത്യാവശ്യം വലിയൊരു സഞ്ചി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വാരിക്കൂട്ടി വാങ്ങിച്ചിട്ട് വരാൻ കാര്യങ്ങളൊക്കെ എല്ലാവരും ഐറ്റംസും ഉണ്ട് ഇവിടെ. തുണിത്തരങ്ങൾ മാത്രമല്ല, വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം അലങ്കാര കാര്യങ്ങളും കിച്ചൺ ഐറ്റംസൊക്കെ നമുക്ക് ഒത്തിരി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിഷ്ടമായോ? അതിട്ടോ ഇഷ്ടമെങ്കിൽ ഇട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ബാൻബറിയിലെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാന്തൂസി കയറി ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ള മൈൻഡാണ്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ ഈ നടക്കുന്നത് ഫുള്ള് പാർക്കിംഗ് ഏരിയ കൂടെയാണ്. പിന്നെ TK Maxx നിങ്ങൾക്ക് കിട്ടാത്ത ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത് MNS ഉണ്ട്, TUI ഉണ്ട്, പിന്നെ നെക്സ്റ്റ് ഉണ്ട്, ഫാറ്റ് ഫേസ് ഉണ്ട്, അങ്ങനെയുള്ളതുണ്ട്. എല്ലാ കടകളും ഉണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ബാൻബറി വരുന്നവർ ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ നോക്കുക. നല്ല ഷോപ്പിങ്ങിന് പറ്റിയൊരു ഓപ്ഷനാണ്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ആക്ച്വലി. ഇത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് ബിസ്ട്രോ വില്ലേജ് ഉണ്ട്. ബിസ്ട്രോ വില്ലേജ് അത്യാവശ്യം നല്ല ഫേമസ് ആണ്. ഒറിജിനൽ വലിയ നല്ല ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റുള്ള സംഭവമാണ്. പർച്ചേസിങ്ങിനല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മമ്മീനെ കാണിക്കാൻ വേണ്ടി പോകാമെന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കയറി തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് പ്രൈമാർക്ക് തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അത് കഴിഞ്ഞ് MNS കയറി കഴിഞ്ഞ് MNS അല്ല TK Maxx കയറി കഴിഞ്ഞപ്പോൾ അവിടെയുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻ. കണ്ട് വന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 7 മണിയായി. അപ്പോൾ ഇവിടെയൊക്കെ അടയ്ക്കണേ എപ്പോഴാണ്? 8 മണിയാകുമ്പോൾ ആണോ? അപ്പോൾ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. ബാൻബറി നാന്തൂസിലേക്ക് കയറാനായിട്ട് ഞങ്ങൾ നോക്കിയിരുന്നു. 40 മിനിറ്റത്തെ വെയിറ്റിംഗ് ടൈമാണ് അവർ പറഞ്ഞത്. നല്ല റഷാണ്. സാറ്റർഡേ കൂടി ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ പയ്യെ ബിസ്റ്ററിലോട്ട് വന്നു. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ നാന്തൂസ് കുറച്ചും കൂടിയൊക്കെ സ്പേഷ്യസ് ആണ്. കാരണം നമുക്ക് സീറ്റ് വന്നപ്പോൾ തന്നെ കിട്ടി. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.